ഏവർക്കും സുപ്രഭാതം. യഹോവേ, നീ മനുഷ്യനെ ഗണ്യമാക്കുവാൻ അവൻ എന്ത് എന്നാണ് സങ്കീർത്തനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ആ ചോദ്യത്തിൻ്റെ ഒരു പ്രധാന കാരണമുണ്ട്. അടുത്ത വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, അവൻ മാഞ്ഞു പോകുന്ന നിഴൽ പോലെയാകുന്നു. ഒരു നിഴൽ കണ്ടാൽ എത്ര നേരം ആ നിഴലിനെ നാം നോക്കിയിരിക്കും? ആ നിഴൽ എത്ര നേരം നമ്മുടെ കണ്ണുകൾക്ക് കാഴ്ചയേകി അവിടെ നിൽക്കും? അതിന് അധിക സമയമൊന്നുമില്ല, വളരെ പെട്ടെന്ന് തന്നെ ആ നിഴൽ അവിടുന്ന് മാഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരു മനുഷ്യനെ ഗണ്യമാക്കേണ്ട ആവശ്യകത എന്ത് എന്നാണ് ചോദ്യം. വാസ്തവത്തിൽ ഒരു യോഗ്യതയുമില്ലാത്ത, ഒരു മഹിമയും പറയുവാൻ കഴിയാത്തവനും, രാവിലെ കണ്ട് വൈകുന്നേരത്ത് മാടിപ്പോകുന്ന പുല്ലുപോലെയും വെള്ളത്തിൽ മുളയ്ക്കുന്ന ചെറിയ കുമിളകൾ പോലെയും മാഞ്ഞു പോകുന്ന നിഴൽ പോലെയുമാണ് മനുഷ്യൻ്റെ അവസ്ഥ. അങ്ങനെയുള്ള വ്യക്തികളെ ദൈവം ഓർക്കുന്നു, ദൈവം കരുതുന്നു എന്ന് പറഞ്ഞാൽ എത്രയോ ഉന്നതമാണ്. ഇന്ന് പകലിൽ ഗണ്യമാക്കുവാൻ ഒരു യോഗ്യതയുമില്ലാത്ത എന്നെയും നിങ്ങളെയും നോക്കുകയും കരുതുകയും അനുദിനം പുലർത്തുകയും ചെയ്യുന്ന സർവശക്തനായ ഒരു ദൈവം നമുക്കുണ്ട്. ആ ദൈവത്തിന് മഹത്വം അർപ്പിക്കാം. ഇന്ന് പകലിൽ ദൈവത്തിനായി ജീവിക്കാം. സർവേശ്വരൻ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ.